എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എക്സാമിന് മുന്നോടിയായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. 40 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ഒരു അഗ്നിശമന ഉപകരണം ഉപയോഗിക്കേണ്ട രീതിയുടെ ചുരുക്കെഴുത്ത് ഏതാണ്? ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കേണ്ട രീതിയുടെ ചുരുക്കെഴുത്ത്. ആൻസർ ഓപ്ഷൻ ബി പാസ് എന്നാണ് ഒരു അഗ്നിശമന ഉപകരണം ഉപയോഗിക്കേണ്ട രീതിയുടെ ചുരുക്കെഴുത്ത്. പാസിൻ്റെ ഫുൾ ഫോം പുൾ, എയിം, സ്ക്യൂസ് ആൻഡ് സ്വീപ്പ്. PPEയുടെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ് എന്നാണ് PPEയുടെ പൂർണ്ണരൂപം. ഗ്യാസോലിൻ്റെ ഫ്ലാഷ് പോയിന്റ് എത്രയാണ്? ഗ്യാസോലിൻ്റെ ഫ്ലാഷ് പോയിന്റ്. ആൻസർ ഓപ്ഷൻ ഡി -40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഗ്യാസോലിൻ്റെ ഫ്ലാഷ് പോയിന്റ്. ബ്യൂട്ടൈൻ്റെ ഫ്ലാഷ് പോയിന്റ് എത്രയാണ്? ബ്യൂട്ടൈൻ്റെ ഫ്ലാഷ് പോയിന്റ്. ആൻസർ ഓപ്ഷൻ ബി -60 ഡിഗ്രി സെൽഷ്യസ് ആണ് ബ്യൂട്ടൈനിൻ്റെ ഫ്ലാഷ് പോയിന്റ്. അഗ്നിയിൽ നിന്നും ഇന്ധനത്തെ നീക്കം ചെയ്ത് തീയണയ്ക്കുന്ന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്റ്റാർവേഷൻ ആണ് അഗ്നിയിൽ നിന്നും ഇന്ധനത്തെ നീക്കം ചെയ്ത് തീയണയ്ക്കുന്ന രീതി. ലോഹങ്ങളിൽ പടർന്നു പിടിക്കുന്ന തീയെ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ക്ലാസ് ഡി ഫയർ ആണ് ലോഹങ്ങളിൽ പടർന്നു പിടിക്കുന്ന തീയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. CO2വിൻ്റെ ഇൻഹിബിറ്ററി ഫാക്ടർ എത്ര ശതമാനമാണ്? CO2വിൻ്റെ ഇൻഹിബിറ്ററി ഫാക്ടർ എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ ബി 19 ശതമാനമാണ് CO2വിൻ്റെ ഇൻഹിബിറ്ററി ഫാക്ടർ. അമോണിയയുടെ രാസസൂത്രം. ആൻസർ ഓപ്ഷൻ സി NH3 ആണ് അമോണിയയുടെ രാസസൂത്രം. ക്ലാസ് സി അഗ്നിബാധകൾക്കായി ഉപയോഗിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സോഡിയം ബൈകാർബണേറ്റ് ആണ് ക്ലാസ് സി അഗ്നിബാധകൾക്കായി ഉപയോഗിക്കുന്ന പ്രധാന ഘടകം. തീ കത്തുന്നതിനും പടർന്നു പിടിക്കുന്നതിനും കാരണമായ ഇന്ധനം, ഓക്സിജൻ, താപം, ചെയിൻ റിയാക്ഷൻ എന്നീ 4 ഘടകങ്ങൾ ചേർന്ന് വരുന്നതിനെ പറയുന്ന പേര് എന്താണ്? തീ കത്തുന്നതിനും പടർന്നു പിടിക്കുന്നതിനും കാരണമായ ഇന്ധനം, ഓക്സിജൻ, താപം, ചെയിൻ റിയാക്ഷൻ എന്നീ 4 ഘടകങ്ങൾ ചേർന്ന് വരുന്നതിനെ പറയുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ഫയർ ടെട്രാഹൈഡ്രോൺ ആണ് തീ കത്തുന്നതിനും പടർന്നു പിടിക്കുന്നതിനും കാരണമായ ഇന്ധനം, ഓക്സിജൻ, താപം, ചെയിൻ റിയാക്ഷൻ എന്നീ 4 ഘടകങ്ങൾ ചേർന്ന് വരുന്നതിനെ പറയുന്ന പേര്. അഗ്നിശമനത്തിനായി സാധാരണ ഉപയോഗിക്കുന്ന വൈറ്റ് കെമിക്കലുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് അഗ്നിശമനത്തിനായി സാധാരണ ഉപയോഗിക്കുന്ന വൈറ്റ് കെമിക്കലുകളിൽ ഉൾപ്പെടാത്തത്. കടലാസ് കത്തിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ചാരമുണ്ടാകുന്ന ജ്വലന പ്രക്രിയ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി അപൂർണ ജ്വലനമാണ് കടലാസ് കത്തിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ചാരം ഉണ്ടാകുന്ന ജ്വലന പ്രക്രിയ. ക്ലാസ് എ ഫയറിന് അനുയോജ്യമല്ലാത്ത അഗ്നിശമന മാധ്യമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ക്ലാസ് എ ഫയറിന് അനുയോജ്യമല്ലാത്ത അഗ്നിശമന മാധ്യമം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏത്? ആൻസർ ഓപ്ഷൻ ഡി
ജലം. ജലമാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം. ഫയർ ട്രയാങ്കിളിൽ അടങ്ങിയിട്ടില്ലാത്ത ഘടകം. ഫയർ ട്രയാങ്കിളിൽ അടങ്ങിയിട്ടില്ലാത്ത ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഓക്സിജൻ. ഓക്സിജനാണ് ഫയർ ട്രയാങ്കിളിൽ അടങ്ങിയിട്ടില്ലാത്ത ഘടകം. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ ഒരു ഉൽപ്പന്നത്തിന്റെ വിവരങ്ങൾ എത്ര വിഭാഗങ്ങളായി ക്രമപ്പെടുത്തിയിരിക്കുന്നു? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ ഒരു ഉൽപ്പന്നത്തിന്റെ വിവരങ്ങൾ എത്ര വിഭാഗങ്ങളായാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 15. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ ഒരു ഉൽപ്പന്നത്തിന്റെ വിവരങ്ങൾ 15 വിഭാഗങ്ങളായി ക്രമപ്പെടുത്തിയിരിക്കുന്നു. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രതിഭാസം. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകം ആകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രതിഭാസത്തെ എന്തു പറയുന്നു? ആൻസർ ഓപ്ഷൻ സി ഉത്പതനം. ഉത്പതനമാണ് ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകം ആകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രതിഭാസം. ഒരു വസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച് താപം പുറന്തള്ളപ്പെടുന്ന രാസപ്രക്രിയ. ഒരു വസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച് താപം പുറന്തള്ളപ്പെടുന്ന രാസപ്രക്രിയ. ആൻസർ ഓപ്ഷൻ സി ജ്വലനം. ജ്വലനമാണ് ഒരു വസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച് താപം പുറന്തള്ളപ്പെടുന്ന രാസപ്രക്രിയ. മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്യൂഷറുകളിൽ നിറച്ചിരിക്കുന്ന ലായനി. മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്യൂഷറുകളിൽ നിറച്ചിരിക്കുന്ന ലായനി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ AFFF ലായനി. AFFF ലായനിയാണ് മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്യൂഷറിൽ നിറച്ചിരിക്കുന്ന ലായനി. തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയ. തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയയെ എന്തു പറയുന്നു? ആൻസർ ഓപ്ഷൻ എ ചാലനം. ചാലനമാണ് തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയ. സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്യൂഷറിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്യൂഷറിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 40 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടിയ ചൂടിൽ ഇത് പ്രവർത്തിക്കുകയില്ല. 40 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടിയ ചൂടിൽ ഇത് പ്രവർത്തിക്കുകയില്ല. LPGക്ക് മണം ലഭിക്കുന്നതിനായി ചേർക്കുന്ന രാസവസ്തു ഏതാണ്? LPGക്ക് മണം ലഭിക്കുന്നതിനായി ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഈഥൈൽ മെർക്യാപ്റ്റൈൻ. ഈഥൈൽ മെർക്യാപ്റ്റൈൻ ആണ് LPGക്ക് മണം ലഭിക്കുന്നതിനായി ചേർക്കുന്ന രാസവസ്തു. നനവുള്ള വൈക്കോൽ കൂട്ടിയിട്ടിരുന്നാൽ സ്വയം കത്താനുള്ള പ്രധാന കാരണം എന്താണ്? നനവുള്ള വൈക്കോൽ കൂട്ടിയിട്ടിരുന്നാൽ സ്വയം കത്താനുള്ള പ്രധാന കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ സി സൂക്ഷ്മജീവികളുടെ ജീർണത. സൂക്ഷ്മജീവികളുടെ ജീർണതയാണ് നനവുള്ള വൈക്കോൽ കൂട്ടിയിട്ടിരുന്നാൽ സ്വയം കത്താനുള്ള പ്രധാന കാരണം. എണ്ണകൾ, കൊഴുപ്പ്, ഗ്രീസ് എന്നിവയിൽ നിന്നുള്ള തീ കെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു. എണ്ണകൾ, കൊഴുപ്പ്, ഗ്രീസ് എന്നിവയിൽ നിന്നുള്ള തീ കെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഫോം. ഫോം ഉപയോഗിച്ചാണ് എണ്ണകൾ, കൊഴുപ്പ്, ഗ്രീസ് എന്നിവയിൽ നിന്നുള്ള തീ കെടുത്തുന്നത്. താഴെ പറയുന്നവയിൽ കെമിക്കൽ ഫോം എക്സ്റ്റിങ്യൂഷറുകളിൽ സ്റ്റെബിലൈസറായി ഉപയോഗിക്കുന്നത് ഏതാണ്? താഴെ പറയുന്നവയിൽ കെമിക്കൽ ഫോം എക്സ്റ്റിങ്യൂഷറുകളിൽ സ്റ്റെബിലൈസറായി ഉപയോഗിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ടർക്കി റെഡ് ഓയിൽ. ടർക്കി റെഡ് ഓയിലാണ് താഴെ പറയുന്നവയിൽ കെമിക്കൽ ഫോം എക്സ്റ്റിങ്യൂഷറുകളിൽ സ്റ്റെബിലൈസറായി ഉപയോഗിക്കുന്നത്. അഗ്നിശമന പ്രവർത്തനങ്ങളിലെ മാധ്യമമായ ജലം ഏത് രീതിയിലാണ് തീ കെടുത്തുന്നത്? അഗ്നിശമന പ്രവർത്തനങ്ങളിലെ മാധ്യമമായ ജലം ഏത് രീതിയിലാണ് തീ കെടുത്തുന്നത്? ആൻസർ ഓപ്ഷൻ സി കൂളിംഗ്. അഗ്നിശമന പ്രവർത്തനങ്ങളിലെ മാധ്യമമായ ജലം കൂളിംഗ് രീതിയിലാണ് തീ കെടുത്തുന്നത്. വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്യൂഷറുകൾ ഏത് തരം തീ കെടുത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത്? വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്യൂഷറുകൾ ഏത് തരം തീ കെടുത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ക്ലാസ് എ ഫയർ. ക്ലാസ് എ ഫയർ കെടുത്തുന്നതിനാണ്
വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷറുകൾ ഉപയോഗിക്കുന്നത്? പാചക എണ്ണകളുടെയും കൊഴുപ്പിൻ്റെയും ജ്വലനം മൂലം ഉണ്ടാകുന്ന തീ. പാചക എണ്ണകളുടെയും കൊഴുപ്പിൻ്റെയും ജ്വലനം മൂലം ഉണ്ടാകുന്ന തീ. ആൻസർ ഓപ്ഷൻ ഡി, ക്ലാസ് എഫ് ഫയർ. ക്ലാസ് എഫ് ഫയർ ആണ് പാചക എണ്ണകളുടെയും കൊഴുപ്പിൻ്റെയും ജ്വലനം മൂലമുണ്ടാകുന്ന തീ. കത്താൻ പര്യാപ്തമായ അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യം നീക്കി തീയണക്കുന്ന രീതി. കത്താൻ പര്യാപ്തമായ അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യം നീക്കി തീയണയ്ക്കുന്ന രീതിയെ എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി, സ്മോത്തറിംഗ്. സ്മോത്തറിംഗ് ആണ് കത്താൻ പര്യാപ്തമായ അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യം നീക്കി തീയണയ്ക്കുന്ന രീതി. അപൂർണ ജ്വലനത്തിൻ്റെ പ്രധാന ഉപോൽപ്പന്നം. അപൂർണ ജ്വലനത്തിൻ്റെ പ്രധാന ഉപോൽപ്പന്നം. ആൻസർ ഓപ്ഷൻ ബി, കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ആണ് അപൂർണ ജ്വലനത്തിൻ്റെ പ്രധാന ഉപോൽപ്പന്നം. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിൻ്റെ അളവ് അറിയപ്പെടുന്നത്? ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിൻ്റെ അളവ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, താപധാരിത. താപധാരിതയാണ് ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിൻ്റെ അളവ്. സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനില. സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനില. ആൻസർ ഓപ്ഷൻ ഡി, തിളനില. തിളനിലയാണ് സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനില. താഴെ പറയുന്നവയിൽ CO2വിൻ്റെ ഗുണമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ CO2വിൻ്റെ ഗുണമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ജലത്തേക്കാളും എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ജലത്തേക്കാളും എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് താഴെ പറയുന്നവയിൽ CO2വിൻ്റെ ഗുണം അല്ലാത്തത്. താപത്തിൻ്റെ യൂണിറ്റ്. താപത്തിൻ്റെ യൂണിറ്റ്. ആൻസർ ഓപ്ഷൻ സി, ജൂൾ. ജൂളാണ് താപത്തിൻ്റെ യൂണിറ്റ്. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ നിറച്ച എക്സ്റ്റിങ്ക്യൂഷറുകൾ അറിയപ്പെടുന്നത്? ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ നിറച്ച എക്സ്റ്റിങ്ക്യൂഷറുകൾ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഹാലോൺ ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ. ഹാലോൺ ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷറുകളെയാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ നിറച്ച എക്സ്റ്റിങ്ക്യൂഷറുകൾ എന്ന് അറിയപ്പെടുന്നത്. 1 കിലോഗ്രാം ദ്രാവകം അതിൻ്റെ തിളയിൽ വെച്ച് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും വാതകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവ്. 1 കിലോഗ്രാം ദ്രാവകം അതിൻ്റെ തിളയിൽ വെച്ച് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും വാതകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവ്. ആൻസർ ഓപ്ഷൻ എ, ബാഷ്പന ലീനതാപം. ബാഷ്പന ലീനതാപമാണ് 1 കിലോഗ്രാം ദ്രാവകം അതിൻ്റെ തിളയിൽ വെച്ച് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും വാതകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവ്. കിൻഡ്ലിംഗ് പോയിന്റ് എന്നറിയപ്പെടുന്നത്? കിൻഡ്ലിംഗ് പോയിന്റ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, ജ്വലന താപനില. ജ്വലന താപനിലയാണ് കിൻഡ്ലിംഗ് പോയിന്റ് എന്നറിയപ്പെടുന്നത്. ഓക്സിജൻ കത്തുന്ന ഇന്ധനവുമായി പ്രവർത്തിച്ച് പുറന്തള്ളപ്പെടുന്ന വാതകം. ഓക്സിജൻ കത്തുന്ന ഇന്ധനവുമായി പ്രവർത്തിച്ച് പുറന്തള്ളപ്പെടുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് ഓക്സിജൻ കത്തുന്ന ഇന്ധനവുമായി പ്രവർത്തിച്ച് പുറന്തള്ളപ്പെടുന്ന വാതകം. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ചൂട് വ്യാപിക്കുന്നത് ഏത് രീതിയിലാണ്? സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ചൂട് വ്യാപിക്കുന്നത് ഏത് രീതിയിലാണ്? ആൻസർ ഓപ്ഷൻ സി, വികിരണം. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ചൂട് വ്യാപിക്കുന്നത് വികിരണം എന്ന രീതിയിലൂടെയാണ്. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത.